ലോകരാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി ചൈനയുടെ ഏറ്റവും പുതിയ ആയുധ പരീക്ഷണം. ആണവായുധങ്ങളാണ് ഏറ്റവും വിനാശകാരികളായ ആയുധങ്ങളെന്ന് ചിന്തിക്കുന്നവർക്ക് കനത്ത പ്രഹരമാണ് ചൈനയുടെ പുതിയ ആയുധ പരീക്ഷണം. ലോകത്തെ വേരോടെ നശിപ്പിക്കാൻ കെൽപ്പുള്ള ആണവായുധമല്ലാത്ത ഹൈഡ്രജൻ ബോംബാണ് ചൈന പരീക്ഷിച്ചിരിക്കുന്നത്. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ശാസ്ത്രജ്ഞർ ആയുധം വികസിപ്പിച്ചത് ചൈന സ്റ്റേറ്റ് ഷിപ്പ് ബിൽഡിംഗ് കോർപ്പറേഷന്റെ കീഴിലുള്ള ഗവേഷണ കേന്ദ്രത്തിലായിരുന്നു. എന്നാൽ ആണവോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പരമ്പരാഗത ഹൈഡ്രജൻ ബോംബല്ല ഒടുവിലായി പരീക്ഷണം നടത്തിയിരിക്കുന്നത്. മഗ്നീഷ്യം ഹൈഡ്രൈഡ് ഉപയോഗിച്ചാണ് ചൈന ഉഗ്രരൂപിയായി ഈ ആയുധം നിർമ്മിച്ചിരിക്കുന്നത്. വാതകാവസ്ഥയിൽ സംഭരിക്കാവുന്നതിനേക്കാൾ കൂടുതൽ അളവിൽ ഹൈഡ്രജൻ മഗ്നീഷ്യം ഹൈഡ്രൈഡിലുണ്ട്. അതിനാലാണ് ആണവോർജത്തിന് പകരമായി മഗ്നീഷ്യം ഹൈഡ്രൈഡിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ബോംബ് പ്രവർത്തന സജ്ജമായാൽ 2 സെക്കൻഡിൽ ശത്രു കേന്ദ്രങ്ങളെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കാൻ സാധിക്കുമെന്നതാണ് ചൈന വികസിപ്പിച്ച ഹൈഡ്രജൻ ബോംബിന്റെ സവിശേഷത. ബോംബ് ആക്റ്റീവായാൽ ഇതിലെ മഗ്നീഷ്യം ഹൈഡ്രൈഡ് വളരെ പെട്ടെന്ന് വിഘടിക്കാൻ തുടങ്ങും. അതിഭീമമായ താപം ഉൽപ്പാദിപ്പിക്കുന്നതിനോടൊപ്പം രാസപ്രവർത്തനത്തിന്റെ ഉപഫലമായി ഹൈഡ്രജൻ വാതകവും പുറത്തുവരുന്ന ഹൈഡ്രജൻ വാതകത്തിന് തീ പിടിക്കുന്നതോടെ താപം കൂടുതൽ വർദ്ധിക്കും. ഇത്തരത്തിൽ 2 സെക്കൻഡുകൾക്കുള്ളിൽ 1000 ഡിഗ്രിക്ക് മുകളിലേക്ക് താപം ഉയരുമെന്നതാണ് സവിശേഷത. ലോഹങ്ങൾ ഉൾപ്പെടെ ഉരുകി ഒലിക്കാൻ വെറും 2 സെക്കൻഡിൽ സാധിക്കും. 2 കിലോ ഭാരം വരുന്ന ബോംബാണ് ഗവേഷകർ വികസിപ്പിച്ചെടുത്തത്. പരീക്ഷണത്തിൽ നിയന്ത്രിത സ്ഫോടനമാണ് ഗവേഷകർ നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ. മഗ്നീഷ്യം ഹൈഡ്രൈഡ് സ്ഫോടനത്തിൽ ചെറുതരികളായി രൂപാന്തരപ്പെട്ട് അന്തരീക്ഷവുമായി പ്രതിപ്രവർത്തിച്ച് ഇവ ചൂട് പിടിക്കുകയും തുടർന്ന് ഇവയിൽ നിന്ന് ഹൈഡ്രജൻ വാതകം പുറം തള്ളുകയും ചെയ്യും. ഇതോടെ സമീപ പ്രദേശങ്ങളിലേക്ക് കൂടി ഇത് വ്യാപിച്ച് കത്തിപ്പടരും. ഇതിലൂടെ പുറത്തു വന്ന താപം കൂടുതൽ മഗ്നീഷ്യം ഹൈഡ്രൈഡിനെ വിഘടിപ്പിക്കുകയും ചെയിൻ റിയാക്ഷൻ പോലെ പുറത്തു വരുന്ന താപത്തിന്റെ അളവ് വർദ്ധിക്കുകയും ചെയ്യും. രാസപ്രവർത്തനം തുടർന്നു കൊണ്ടേയിരിക്കുന്നതാണ് അപകടത്തിന്റെ തോത് വർദ്ധിപ്പിക്കുക. വളരെ കുറഞ്ഞ അളവിലുള്ള മഗ്നീഷ്യം ഹൈഡ്രൈഡിനെ ശത്രുക്കളുടെ പൂർണ്ണമായ ഉന്മൂലനത്തിന് സാധിക്കുമെന്നാണ് കണ്ടെത്തൽ. TNT സ്ഫോടനത്തെക്കാൾ 15 മടങ്ങ് അപകടകാരിയാണ് ചൈനയുടെ പുതിയ ബോംബെന്നതാണ് മറ്റൊരു പ്രധാന വസ്തുത. യുദ്ധത്തിൽ ഉപയോഗിക്കാനുള്ള ആയുധങ്ങളുടെ കാര്യത്തിൽ ചൈന കൂടുതൽ ഗവേഷണങ്ങളാണ് നടത്തുന്നത്. 2 കിലോ ഭാരം വരുന്ന ബോംബാണ് ഗവേഷകർ വികസിപ്പിച്ചെടുത്തത്. പരീക്ഷണത്തിൽ നിയന്ത്രിത സ്ഫോടനമാണ് ഗവേഷകർ നടത്തിയത്. ഈ ബോംബ് സ്ഫോടനത്തിലൂടെ പുറത്തുവരുന്ന അതിഭീമമായ താപത്തിൽ അലൂമിനിയം പോലുള്ള ലോഹങ്ങൾ വരെ ഉരുകി ഒലിക്കും. ചുറ്റുപാടുമുള്ള സ്ഥലങ്ങൾ കത്തിയെരിയും. മഗ്നീഷ്യം ഹൈഡ്രൈഡ് സ്ഫോടനത്തിൽ ചെറുതരികളായി മാറി അന്തരീക്ഷവുമായി പ്രതിപ്രവർത്തിച്ച് ചൂട് പിടിക്കുകയും തുടർന്ന് ഇവയിൽ നിന്ന് ഹൈഡ്രജൻ വാതകം പുറത്തു വരികയും ചെയ്യും. ഇത് സമീപത്തെ അന്തരീക്ഷവുമായി ഇടകലരുകയും വളരെ പെട്ടെന്ന് സ്വയം കത്തി ജ്വലിക്കുകയും ചെയ്യും. ഇതോടെ ഒരു അഗ്നിഗോളം സൃഷ്ടിക്കപ്പെടും. ഇതിലൂടെ പുറത്തു വന്ന താപം കൂടുതൽ മഗ്നീഷ്യം ഹൈഡ്രൈഡിനെ വിഘടിപ്പിക്കുകയും ചെയിൻ റിയാക്ഷൻ പോലെ പുറത്തു വരുന്ന താപത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇത് തുടർന്നു കൊണ്ടേയിരുന്നുവെന്നാണ് റിപ്പോർട്ട് തെളിയിക്കുന്നത്. ശത്രുക്കളെ മുച്ചൂടും മുടിക്കാൻ ചൈനയുടെ ഈ ഒരൊറ്റ കുഞ്ഞൻ ബോംബ് മതി. ശത്രുക്കളുടെ താവളങ്ങൾ, അവരുടെ പ്രധാന കേന്ദ്രങ്ങൾ തുടങ്ങി ചൈന ലക്ഷ്യം വെക്കുന്നവ നശിപ്പിച്ചു കളയാൻ ഇതിന്റെ ഒരംശം മാത്രം മതി. ഈ ബോംബ് യുദ്ധഭൂമിയിൽ പ്രയോഗിക്കപ്പെട്ടാൽ സെക്കൻഡുകൾ കൊണ്ട് വലിയ താപം പുറത്തുവിട്ട് വൻ നാശനഷ്ടമുണ്ടാകും. അല്പം കൂടുതൽ ഉപയോഗിച്ചാൽ ഒരു പ്രദേശം തന്നെ കത്തിയമരും. അത് സഹിക്കാൻ മനുഷ്യർക്ക് സാധിക്കില്ല. തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ നശിപ്പിക്കാൻ വളരെ കുറഞ്ഞ അളവിലുള്ള മഗ്നീഷ്യം ഹൈഡ്രൈഡിന് സാധിക്കും. സാധാരണ അന്തരീക്ഷത്തിൽ സൂക്ഷിക്കാനോ നിർമ്മിക്കാനോ സാധിക്കാത്ത രാസവസ്തുവാണ് മഗ്നീഷ്യം ഹൈഡ്രൈഡ്. ലബോറട്ടറിയിൽ നിയന്ത്രിത സാഹചര്യത്തിൽ ഒരു ദിവസം വളരെ കുറച്ച് ഗ്രാം അളവിൽ മാത്രമേ ഇവയെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയൂ. മഗ്നീഷ്യം ഹൈഡ്രൈഡിന്റെ വ്യാപകമായ ഉൽപ്പാദനം ഈ വർഷം ആദ്യമാണ് ചൈനയിൽ ആരംഭിച്ചത്. വർഷം 150 ടൺ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി ഇപ്പോൾ ചൈനയ്ക്കുണ്ട്. ആണവായുധമല്ലാത്ത അതീവ വിനാശകാരിയായ ആയുധമാണ് ചൈന വികസിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ ലോകത്ത് ഒരു രാജ്യത്തിനും ഇത്തരത്തിലൊരു ആയുധമില്ല.